ഉക്രൈൻ യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂർ, ഇറാൻ യുദ്ധം എന്നിങ്ങനെ യുദ്ധങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നും പോയി നിൽക്കുന്ന ഇക്കാലത്ത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വിവിധയിനം യുദ്ധവിമാനങ്ങളെക്കുറിച്ചും ഈ S-400 പോലെയുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ നിറയെ ചർച്ചകളാണല്ലോ. ഒന്നാം തലമുറ, രണ്ടാം തലമുറ, നാലാം തലമുറ, 4.5 തലമുറ എന്നൊക്കെ പറഞ്ഞ് പല രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങളും ഇപ്പോൾ പല സാധാരണക്കാർക്കും സുപരിചിതമാണ്. എന്നാൽ മൊത്തം വാർഫെയറിന് തന്നെ അഥവാ ഈ യുദ്ധങ്ങൾക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ള ഇതുപോലുള്ള ഘട്ടം ഘട്ടമായുള്ള വളർച്ച ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ, മിസൈലുകളൊക്കെ മൂന്നാം തലമുറ യുദ്ധത്തിലേതാണ്. ലോകം ഇപ്പോൾ നിൽക്കുന്നത് 5ാം തലമുറ യുദ്ധത്തിലാണ്, 5th ജനറേഷൻ വാർഫെയർ. അതെ, ശതകോടികളുടെ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ എല്ലാം പ്രാധാന്യം കുറഞ്ഞു വരുന്നു. വിശ്വാസം വരുന്നില്ലേ? ഓപ്പറേഷൻ സിന്ദൂർ തന്നെ എടുത്തു നോക്കുക. അനായാസേന യുദ്ധം ജയിച്ച ഭാരതം പക്ഷെ തുടർന്ന് വന്ന നറേറ്റീവ് യുദ്ധത്തിൽ വളരെയധികം പിന്നിലായിപ്പോയി എന്നതൊരു വസ്തുതയാണ്. പിന്നീട് നമ്മുടെ ഓൾ പാർട്ടി ഡെലിഗേഷൻ 32 ലോകരാജ്യങ്ങളിലൊക്കെ ചെന്ന് വലിയ മെഗാ ക്യാമ്പയിൻ നടത്തിയിട്ടാണ് ആ അവസ്ഥ കുറെയൊക്കെ റിവേഴ്സ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് പാളിപ്പോയത് എവിടെയാണ്? അത് പറയുന്നതിന് മുന്നേ നേരത്തെ പറഞ്ഞ യുദ്ധങ്ങളുടെ ആ ഘട്ടം ഘട്ടമായുള്ള പരിവർത്തനം എങ്ങനെയാണെന്നൊന്ന് ചുരുക്കി പറയാം. ഒന്നാം തലമുറ യുദ്ധങ്ങൾ അഥവാ ഫസ്റ്റ് ജനറേഷൻ വാർഫെയർ പഴയ രീതികളിൽ വാളും പരിചയും വാരിക്കുന്തങ്ങളും മുതൽ പഴയ മോഡൽ പീരങ്കികൾ വരെ ഉപയോഗിച്ചുള്ള യുദ്ധങ്ങളാണിത്. ഗ്രീക്ക് റോമൻ സേനകൾ മുതൽ വൈക്കിങ്ങുകളും നെപ്പോളിയനും ഇവിടുത്തെ മുഗളരും നമ്മുടെ പഴശ്ശിയും ശിവാജിയും സംഭാജിയും വരെ ഈ ഒന്നാം തലമുറ യുദ്ധം ചെയ്തവരാണ്. രണ്ടാം തലമുറ യുദ്ധങ്ങൾ പലതരം തോക്കുകളും ടാങ്കുകളും പോലുള്ള ആർട്ടിലറികൾ ഉപയോഗിച്ചുള്ള യുദ്ധങ്ങൾ. ഏറ്റവും നല്ല ഉദാഹരണം ഒന്നാം ലോക മഹായുദ്ധമാണ്. മൂന്നാം തലമുറ യുദ്ധങ്ങൾ ഈ ഘട്ടത്തിലാണ് പലതരം യുദ്ധവിമാനങ്ങളുടെ രംഗപ്രവേശം. ഉദാഹരണം രണ്ടാം ലോക മഹായുദ്ധം മുതൽ ഇങ്ങോട്ടുള്ള ഒരുവിധം എല്ലാ യുദ്ധങ്ങളും. 4th ജനറേഷൻ വാർഫെയർ, 4ാം തലമുറ യുദ്ധങ്ങൾ. ഇത് നമുക്കെല്ലാം അറിയാം, എന്നാൽ ഒരു യുദ്ധമായി നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതായത് പലരുടെയും പ്രോക്സികളായ തീവ്രവാദ സംഘടനകൾ വഴി ശത്രു രാജ്യത്ത് ആക്രമണങ്ങൾ നടത്തുക, അസ്ഥിരത സൃഷ്ടിക്കുക, രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങൾ അടർത്തി മാറ്റാനുള്ള കരുനീക്കങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് ഈ 4ാം തലമുറ യുദ്ധത്തിൽ വരുന്നത്. കാശ്മീരും മണിപ്പൂരും എല്ലാം ഇത്തരം യുദ്ധങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ഇസ്ലാമിക തീവ്രവാദികൾ, കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകൾ, മണിപ്പൂരി കുക്കികൾ എന്നിവരെല്ലാം ഇത്തരം യുദ്ധങ്ങൾ നടത്തുന്ന പ്രോക്സി സൈന്യങ്ങളുടെ ഉദാഹരണങ്ങളാണ്. 5ാം തലമുറ യുദ്ധങ്ങൾ, 5th ജനറേഷൻ ഇൻഫർമേഷൻ വാർഫെയർ അഥവാ വിവരയുദ്ധം. ഇവിടെ യുദ്ധങ്ങൾ നടത്തുന്നത് മാധ്യമങ്ങളാണ്, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ്, ഹാക്കർമാരാണ്, ഇലക്ട്രോണിക് എക്സ്പേർട്ടുകളാണ്. കീഴ്പ്പെടുത്തുന്നത് ഭരണകൂടങ്ങളെയല്ല, ശത്രു രാജ്യത്തെ ജനങ്ങളുടെ പൊതുബോധത്തെയാണ്. പത്രപ്രവർത്തകർ മുതൽ മതനേതാക്കൾ, സിനിമാ കായിക താരങ്ങൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, പിന്നെ ഈ ചെറുതും വലുതുമായ പല സംഘടനകൾ, അങ്ങനെ പലരെയും വിലക്കെടുക്കുന്നു. വലിയ ഇക്കോസിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നു. അവർ വഴി ജനങ്ങളെ സ്വാധീനിക്കുന്ന വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നു. ഇതൊക്കെ ചെയ്താലും പരമ്പരാഗത യുദ്ധത്തെക്കാൾ ചെലവും കുറവാണ്, ലോങ് ടേമിൽ വളരെയധികം എഫക്റ്റീവുമാണ്. ഈ 5ാം തലമുറ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇൻഫർമേഷൻ വാർഫെയർ പണ്ട് ഇല്ലായിരുന്നു എന്ന് കരുതരുത്. ശത്രുവിനെ മാനസികമായി തളർത്തുന്ന, ശത്രുദേശത്തെ ജനങ്ങളെ അവിടങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെ തിരിക്കുന്ന നടപടികൾ പണ്ടും പലരും കൈക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ചാണക്യനെ കഴിഞ്ഞ് ഇതിലൊക്കെ മറ്റാരും വരൂ. എന്നാൽ അക്കാലത്ത് ഇത് ഈ യാഥാസ്ഥിതിക യുദ്ധങ്ങളുടെ കൂടെ ഒരു സപ്ലിമെന്റ് മാത്രമായിരുന്നു, യുദ്ധങ്ങൾ കുറേം കൂടെ എഫക്റ്റീവ് ആക്കാനുള്ള ഉപാധികൾ. എന്നാൽ ഇന്ന് ഇതൊരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് യുദ്ധമുറയാണ്. ഇത് മാത്രം വെച്ച് യുദ്ധങ്ങൾ ജയിക്കാം, അവിടങ്ങളിൽ പാവ സർക്കാരുകളെ പ്രതിഷ്ഠിക്കാം, സമ്പൂർണമായി നിയന്ത്രിക്കാം. സമകാലിക പ്രസക്തിയുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഇറാനാണ്. അമേരിക്കയുടെ CIA-യും ബ്രിട്ടന്റെ MI6-ഉം ചേർന്ന് പത്രപ്രവർത്തകരെയും മതനേതാക്കളെയും മറ്റും വിലക്കെടുത്ത് വ്യാജ നറേറ്റീവുകൾ ഇറക്കി നടത്തിയ ഇൻഫർമേഷൻ യുദ്ധത്തിലാണ് 1953-ൽ മൊസദേക് ഭരണകൂടം വീണുപോകുന്നതും അമേരിക്കൻ പാവ സർക്കാർ നിലവിൽ വരുന്നതും. എന്തായാലും നമ്മളിപ്പോൾ ഈ 5ാം തലമുറയിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ തിരുവനന്തപുരത്ത് F-35 പിടിച്ചിട്ടതും പാകിസ്ഥാനിലെ ചൈനീസ് HQ-9 എന്ന ഈ എയർ ഡിഫൻസ് സംവിധാനത്തിനെ പറ്റിച്ചതും നമ്മുടെ S-400ന്റെ എഫക്റ്റീവ്നെസ്സും എല്ലാം കണ്ട് നമ്മൾ ഈ ഊറ്റം കൊള്ളുന്നത്. ശരിയാണ്, ഒരു 3ാം തലമുറ യുദ്ധം വന്നാൽ മറുവശത്ത് പാകിസ്ഥാനും ചൈനയും ഒന്നിച്ചു ചേർന്നാലും വ്യക്തമായ മേൽക്കൈ നേടി ജയിച്ചു കയറാൻ മാത്രം കരുത്തുറ്റ ഫൈറ്റിംഗ് ഫിറ്റായ സേന തന്നെയാണ് ഭാരതത്തിന്റെ പ്രതിരോധ സേന, ഒരു സംശയവും വേണ്ട. എന്നാൽ 4ാം തലമുറ, 5ാം തലമുറ യുദ്ധങ്ങളിൽ നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ ബഹുദൂരം മുന്നേറിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാലും പാകിസ്ഥാനെയും ചൈനയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. വലിയൊരു വ്യാവസായിക ശക്തിയായ ചൈന മുന്നേറിയത് നമുക്ക് മനസ്സിലാക്കാം. ചൈന ഈ വിദേശ വ്യവസായങ്ങളെ സ്വീകരിച്ച് ആനയിച്ച കാലത്ത് നമ്മളിവിടെ അടിയന്തരാവസ്ഥയും സോഷ്യലിസവും സെക്യുലറിസവും ഒക്കെയായി തായം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഒരു ഗതിക്ക് പരഗതിയില്ലാത്ത പാകിസ്ഥാൻ എങ്ങനെ ഇത്രയും മുന്നേറി? വെൽ ഡെവലപ്ഡ് ആയ പല ഇൻഫർമേഷൻ വാർഫെയർ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
ISI നേരിട്ട് നിയന്ത്രിക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ ആയിരക്കണക്കിന് പേർ ജോലി ചെയ്യുന്നു. അവയെ കോർഡിനേറ്റ് ചെയ്യാൻ കമാൻഡ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു. ISIയുടെ അത്തരം പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ജോയിന്റ് ഇന്റലിജൻസ് എക്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള ഏകോപനം അഥവാ കോർഡിനേഷനാണ് ഈ വിഭാഗത്തിന്റെ ഉത്തരവാദിത്വം. അതിർത്തിക്ക് പുറത്തും അകത്തുമുള്ള ക്യാമ്പയിനുകളെ ഇവർ കോർഡിനേറ്റ് ചെയ്യുന്നു. ഭാരതത്തിനകത്തുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെയും സ്വാധീനശേഷിയുള്ള വ്യക്തികളെയും ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. ഈയിടെ ചാരവൃത്തിക്ക് പിടിയിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഈ വിഭാഗം കണ്ടെത്തി വലയിലാക്കിയതാണ്. രണ്ടാമത് ജോയിന്റ് ഇന്റലിജൻസ് ബ്യൂറോ. പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയങ്ങൾ മോണിറ്റർ ചെയ്യുന്ന കഴുകൻ കണ്ണുകളാണ് ഈ JIB. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ, വിവാദങ്ങൾ, മതപരമായ അസ്വാരസ്യങ്ങൾ എന്നിങ്ങനെ ഓരോ ചലനങ്ങളും ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല തങ്ങളുടെ ഇലക്ട്രോണിക് മീഡിയയും മറ്റ് റെഗുലേറ്ററി സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രവണതകളെ തുടക്കത്തിലെ നുള്ളിക്കളയുന്നു. മൂന്നാമത് ജോയിന്റ് കൗണ്ടർ ഇന്റലിജൻസ് ബ്യൂറോ. നേരത്തെ പറഞ്ഞ ജോയിന്റ് ഇന്റലിജൻസ് ബ്യൂറോ പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ ജോയിന്റ് കൗണ്ടർ ഇന്റലിജൻസ് ബ്യൂറോ പാകിസ്ഥാനെതിരെയുള്ള അന്താരാഷ്ട്ര നറേറ്റീവുകളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ഡിപ്ലോമാറ്റുകൾ, NGOകൾ എന്നിങ്ങനെ എല്ലാ പ്രധാന എൻറ്റിറ്റികളും ഇവരുടെ നിരീക്ഷണത്തിലായിരിക്കും, പ്രത്യേകിച്ച് ഭാരതത്തിലെ. നാലാമത് ജോയിന്റ് ഇന്റലിജൻസ് നോർത്ത്. ഇത് എക്സ്ക്ലൂസീവായി ഭാരതത്തിൽ ഇടപെടാൻ വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. ഭാരതത്തിനകത്തെ വിഷയങ്ങളിൽ ഇൻഫർമേഷൻ ഓപ്പറേഷനുകൾ നടത്തുക, #ടാഗ് ട്രെൻഡിങ് നടത്തുക, ഇവിടുത്തെ അവരുടെ ഈ വിലക്കെടുത്തിട്ടുള്ള ഹ്യൂമൻ അസറ്റുകൾക്ക് ടൂൾ കിറ്റ് എത്തിച്ചു കൊടുക്കുക എന്നിങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങൾ. അഞ്ചാമത് സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ. ഇതും പ്രധാനമായി ഭാരതത്തെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കലാണ് പ്രധാന ജോലി. ജാതികൾക്കിടയിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്ന ഇടപെടലുകൾ, അതുപോലെ ഭാരത സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക എന്നിങ്ങനെ പോകുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. ആറാമത് റാവൽപിണ്ടി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സൈബർ വാർഫെയർ യൂണിറ്റ് ആണ്. ഇവരാണ് പാകിസ്ഥാൻ ഇൻഫർമേഷൻ വാർ സേനയുടെ കാലാൾപ്പട. ഹിന്ദുക്കളുടെ പേരിൽ മുതൽ ജൂതന്മാരുടെ പേരിൽ വരെ ആയിരക്കണക്കിന് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വ്യാജ നറേറ്റീവുകൾ ഇറക്കിവിടുന്ന സൈബർ ടീം ഇവരാണ്. ഇത്രയും ചേർന്നതാണ് പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ വാർഫെയർ സൈന്യം. നോക്കൂ, വ്യാജ വാർത്തകളും അതുപോലെ എഡിറ്റിംഗും മോർഫിങ്ങും ചെയ്ത ഫോട്ടോകളും വീഡിയോകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനുകൾ, ശത്രു രാജ്യത്തെ ജനങ്ങളിൽ ആശയക്കുഴപ്പങ്ങളും അപകർഷതാബോധങ്ങളും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും മുതൽ അനാവശ്യമായ അഗ്രഷൻ വരെ സൃഷ്ടിക്കുന്ന സൈക്കോളജിക്കൽ ഓപ്പറേഷനുകൾ, യൂണിവേഴ്സിറ്റികൾ, NGOകൾ, തിങ്ക് ടാങ്കുകൾ എന്നിവയെ സ്വാധീനിച്ചുകൊണ്ടുള്ള നറേറ്റീവ് ബിൽഡിംഗ് എന്ന് തുടങ്ങി ഫ്രീ കാശ്മീർ പോലെയുള്ള #ടാഗ് ക്യാമ്പയിനുകൾ വരെ നടത്താൻ കഴിയുന്ന വെൽ ഡെവലപ്ഡ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഇൻഫർമേഷൻ വാർഫെയർ മിഷനറി. സോഷ്യൽ മീഡിയ പ്രചാരം നേടി തുടങ്ങിയ കാലഘട്ടത്തിനും വളരെ മുമ്പ് തന്നെ അവർ ലഭ്യമായ സങ്കേതങ്ങൾ കൊണ്ട് ഈ നറേറ്റീവ് ബിൽഡിങ്ങും സൈക്കോളജിക്കൽ ഓപ്പറേഷനും നടത്തി വന്നിരുന്നു. 90കളിലെ കശ്മീർ വിഷയം മുതൽ ഗുജറാത്ത് കലാപം വരെ എന്തെല്ലാം ഉദാഹരണങ്ങൾ. ഒരു കാലത്തും വലിയ സാമ്പത്തിക ശക്തി അല്ലാതിരുന്ന പാകിസ്ഥാന് ഇതെങ്ങനെ സാധ്യമായി? ഉത്തരം വളരെ ലളിതമാണ്. ആ രാഷ്ട്രം ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ആ രാഷ്ട്ര ശരീരം പണം കൊടുക്കുന്നവർക്കെല്ലാം വിറ്റ് കാശ് വാങ്ങിയാണ് ഇന്നും അവർ നിലനിൽക്കുന്നത്. പാകിസ്ഥാന് പണം കൊടുത്ത് ആ രാഷ്ട്ര ശരീരം വാങ്ങുന്നവർ അത് ഉപയോഗിക്കുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ അധികാര സുഖത്തിനു വേണ്ടിയാണ്. പാകിസ്ഥാൻ പണ്ട് മുതലേ US പോലെയുള്ള രാജ്യങ്ങളുടെ ഏഷ്യയിലെ ഹിറ്റ്മാൻ ആണല്ലോ. 1980കളിൽ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് ഇടപെടലിനെതിരെ അമേരിക്കൻ ചാരസംഘടന CIA അവരുടെ ബേസായി ഉപയോഗിച്ചത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ സേന അന്ന് CIAക്ക് വേണ്ടി അഫ്ഗാനിൽ ഇടപെടൽ നടത്തിയിരുന്ന കൂലിപ്പട്ടാളമായിരുന്നു. അക്കാലത്ത് CIA-യിൽ നിന്നുമാണ് അവർ ആദ്യമായി ജനങ്ങളുടെ പെർസെപ്ഷനെ മാനേജ് ചെയ്യുന്ന ഈ സൈക്കോളജിക്കൽ ഓപ്പറേഷന്റെ ABCD പഠിക്കുന്നത്. അന്നു മുതൽ CIA അവരുടെ പല കൊട്ടേഷനുകളും പാകിസ്ഥാനെ ഏൽപ്പിച്ചു. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ മണ്ണ് ഉപയോഗിച്ചു. ഘട്ടം ഘട്ടമായി പാകിസ്ഥാൻ ഈ സൈക്കോളജിക്കൽ വാർഫെയറിന്റെ മേഖലകളിൽ അവരുടെ കപ്പാസിറ്റി ഉയർത്തിക്കൊണ്ടുവന്നു. 2016ഓടുകൂടി നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം നിലവിൽ വന്ന് ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ഇൻഫോവാർ മെഷീനറിയായി അങ്ങ് വളർന്നു. ഈയിടെ ഭാരതത്തിനെതിരെ പ്രൊപ്പഗാൻഡ നടത്തിയ 805 ഫേക്ക് പാകിസ്ഥാനി പേജുകളാണ് ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തത്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ സമയത്ത് #ബ്ലീഡിംഗ് കാശ്മീർ, #മോഡി ഹിറ്റ്ലർ എന്നിങ്ങനെയുള്ള #കളും കാശ്മീരിലേതെന്ന പേരിൽ പ്രചരിച്ച സിറിയയിലെയും റോഹിംഗ്യകളുടെയും മറ്റും വീഡിയോകളും, അതുപോലെ 2019 ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം പ്രചരിച്ച വീണ് കിടക്കുന്ന പൈൻ മരങ്ങളുടെ ചിത്രങ്ങൾ, ആക്രമണമേ നടന്നിട്ടില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ, പിന്നെ 2018 ദളിത് പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ ഇടപെട്ട 5000-ൽ പരം പാകിസ്ഥാനി ഫേക്ക് അക്കൗണ്ടുകൾ, അവസാനമായി ഓപ്പറേഷൻ സിന്ദൂർ, 6 റഫാൽ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന പോലുള്ള നറേറ്റീവുകൾ ഇപ്പോഴും കിടന്നോടുന്നു. ഇങ്ങനെ നടക്കുന്ന ഓരോ ക്യാമ്പയിനുകളും അല്പാൽപമായി ജനമനസ്സിൽ സംശയങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും തോത് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഒരു പോയിന്റിൽ ജനങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ കൺഫ്യൂഷൻസ് അക്യുമുലേറ്റ് ചെയ്താൽ ജനം ഗിവ് അപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും.
ആ പോയിന്റ് മുതൽ ആ രാജ്യത്തിന് ആ ജനങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. അവിടെ വെച്ച് ആ രാഷ്ട്രം ഇൻഫർമേഷൻ വാർഫെയറിൽ ആത്യന്തികമായി പരാജയപ്പെടുകയാണ്. അതിനുശേഷം ആ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ അതിർത്തികൾ കേവലം സാങ്കേതികമായിരിക്കും. ആ അതിർത്തികൾക്കകത്ത് മറ്റ് പലരുടെയും അജണ്ടകൾ നിർബാധം നടപ്പാക്കപ്പെടും. ആ രാഷ്ട്രം ആ മറ്റു പലരുടെയും ആധുനിക കോളനിയായി മാറും. അതിഗൗരവതരമായ ഈ വിഷയത്തെ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും അടിയന്തരമായി കണ്ട് ഡെവലപ്മെന്റുകൾ നടത്തേണ്ട കാലം അതിക്രമിച്ചു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ നമ്മൾ വളരെയേറെ മുന്നേറിയിട്ടുണ്ട് എന്നത് സത്യം തന്നെ. എന്നാൽ ഇതുവരെ മുന്നേറിയതിനേക്കാൾ ദൂരം ഇനിയും മുന്നിലുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മറ്റ് കൺവെൻഷണൽ യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ഇടപെടാനും കോൺട്രിബ്യൂട്ട് ചെയ്യാനും കഴിയും. നോക്കൂ, യുദ്ധസമാനമായ ഒരു സാഹചര്യം സങ്കല്പിക്കുക. അതിർത്തികളിൽ ഷെല്ലിങ്ങും വെടിവെപ്പും നടക്കുന്നു. യുദ്ധവിമാനങ്ങൾ കമാൻഡ് കാത്തു കിടക്കുന്നു. ആ സമയത്ത് ഈ രാജ്യത്തിനകത്ത് ശത്രുക്കൾ സൈനിക നീക്കം നടക്കാവുന്ന റോഡ് തകർക്കാൻ ശ്രമിച്ചാൽ ആരാണ് ആദ്യം ഇടപെടേണ്ടത്? രാജ്യസ്നേഹികളായ നമ്മൾ ജനങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ സൈന്യത്തിന് ഫോൺ ചെയ്ത് കാത്തു നിൽക്കുകയല്ല വേണ്ടത്. അതുപോലെ പറന്നു നടക്കുന്ന വ്യാജ നറേറ്റീവുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പപ്പോഴവയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കോടികൾ വരുന്ന ദേശീയവാദികൾ രാജ്യത്തുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും സുസംഘടിതമായ ശത്രുവിന്റെ പ്രചാരണ സംവിധാനങ്ങൾ, ഇൻഫർമേഷൻ വാർഫെയർ സംവിധാനങ്ങൾ ഇക്കണ്ട കാലം അത്രയ്ക്കങ്ങോട്ട് ഏൽക്കാതെ പോയത്. അപ്പോൾ എന്തു വേണം? ചിന്തിക്കുക. നമസ്കാരം.